രാജാവ് കൊട്ടാരത്തിലൊരു വിരുന്ന് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ വിരുന്നിൻ്റെ ദിവസം എത്തിയിരിക്കുന്നു. ഷാങ്യു നേരത്തെ തന്നെ വിരുന്ന് നടക്കുന്ന ഹാളിൽ എത്തുന്നുണ്ട്. അവിടുത്തെ പല മിനിസ്റ്റർമാരും അവളുടെ അടുത്ത് വന്ന് സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവളോട് സംസാരിക്കുകയും അവൾക്കൊപ്പം വൈൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് അവർക്കൊപ്പം കഴിക്കേണ്ട മര്യാദയുള്ളതിനാൽ ഷാങ്യുവിനും അവർക്കൊപ്പം വൈൻ കഴിക്കേണ്ടി വരുന്നുണ്ട്. അവർ പക്ഷേ നിർത്താൻ ഭാവമില്ലാതെ അവളെ കുടിപ്പിച്ചൊരു വഴിയാക്കാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് ട്യൂട്ടർ ലീയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മിനിസ്റ്റർമാർക്ക് ഇവളുടെ വരവ് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ മാറി എന്ന് അവളെ കുറ്റം പറയുകയാണ്. അവളുടെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് ട്യൂട്ടർ ലീ അവിടേക്ക് എത്തുന്നു. അയാൾ ഷാങ്യുവിനെ മൈൻഡ് ചെയ്യാതെ അയാളുടെ സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. ഷാങ്യു വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്നാണ് യാൻഷങ് അങ്ങോട്ടെത്തി അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ തടയുന്നത്. ഇത് എനിക്ക് വേണ്ടി നടത്തുന്ന വിരുന്നല്ലേ, എന്നിട്ട് എനിക്കൊരു ടോസ്റ്റ് തരാതെ നിങ്ങൾ ഈ ഫ്ലവർ ക്രൗണ്ട് ജനറലിന് മാത്രം കൊടുത്താൽ എങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് അവൻ വാങ്ങുന്നുണ്ട്. അവൻ എത്താൻ വൈകിയതുകൊണ്ടാണ് അവളോട് മാത്രം ഇങ്ങനെ ടോസ്റ്റ് ചെയ്തത്. ഇനി അവനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ മന്ത്രിമാർ അവന് നേരെയും ഗ്ലാസ് നീട്ടുന്നുണ്ടെങ്കിലും യാൻഷങ് ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന വൈൻ അതിലൊരു മധുരയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അയാൾ ഫുഡ് ആൻഡ് ഗ്രെയിൻസിൻ്റെ ഒക്കെ സപ്ലൈ നോക്കുന്ന മിനിസ്റ്ററാണ്. ഇവർക്ക് യുദ്ധസ്ഥലത്തേക്ക് കൃത്യസമയത്ത് ഫുഡ് എത്തിക്കേണ്ടത് അയാളുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ കൃത്യസമയത്ത് ഫുഡ് എത്താതെ തങ്ങൾ അവിടെ പട്ടിണി കിടന്ന് മരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് യാൻഷങ് അയാളെ കുറ്റപ്പെടുത്തുന്നത്. അയാൾ തിരിച്ച് ഇവന് നേരെ കയർക്കുന്നുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മിനിസ്റ്റർ ഇടപെട്ട് ഇന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ രാജാവ് ഈ വിരുന്ന് സംഘടിപ്പിക്കുന്നത്, അതുകൊണ്ട് തൽക്കാലം ഇനി ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും സംസാരിച്ച് അലമ്പാക്കണ്ടെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. യാൻഷങ് ഇങ്ങനെ മന്ത്രിമാർക്കെതിരായിട്ട് പെരുമാറിയതിന് ഷാങ്യു അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ വെറുതെ അവരെ അങ്ങ് കൊമ്പത്ത് കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരത്ര മഹാന്മാരൊന്നുമല്ല, ആരും എൻ്റെ നേരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇന്നാണല്ലോ ആ ഗോൾഡ് പാലസിലുള്ള സെർവൻറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പോവും. സൂര്യനകത്ത് നിന്ന് തനിക്ക് സപ്പോർട്ട് വരും എന്നൊക്കെ യാൻഷങ് അവളെ അറിയിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് രാജാവ് അങ്ങോട്ടേക്ക് വരുന്നത്. രാജാവിനൊപ്പം തന്നെ വെയ്യാനും എത്തുന്നു. വന്നയുടൻ തന്നെ രാജാവ് ഗ്രാൻഡ് ട്യൂട്ടർ ലീയോട് കാര്യമായി സംസാരിക്കുന്നുണ്ട്. ഇത് വെയ്യാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ അവർ തമ്മിൽ ചെറിയ കശവിശ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാജാവ് മാർക്കിസിൻ്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിരുന്ന് നടത്തുന്നതെന്ന് പറഞ്ഞ് ഈ സന്തോഷം എന്നൊന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് യാൻഷങ്ങിന് ഒരു വിശേഷപ്പെട്ട വാൾ സമ്മാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടുത്തെ രാജാക്കന്മാർ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു വാളാണത്. അത് യാൻഷങ്ങിന് സമ്മാനിക്കാനാണ് രാജാവ് ഉദ്ദേശിക്കുന്നത്. വാൾ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ വാള് ഇവരുടെ ഡൈനാസ്റ്റി രൂപീകരിച്ച രാജാവ് ഉണ്ടാക്കിയതാണ്. ആ കാലം മുതൽ മണ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെ താഴെ ഇറക്കുന്നതിനും അഴിമതിക്കാരായ ഒഫീഷ്യൽസിനെ കൊല്ലുന്നതിനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ രാജാവ് അവിടെ നിന്ന് വാളിനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. യാൻഷങ് പെട്ടെന്ന് ആ വാള് കയ്യിലെടുത്ത് അത് ആ ഉറയിൽ നിന്ന് ഓടിയൊന്ന് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ്, മണ്ടന്മാരായ രാജാക്കന്മാരെ കൊല്ലാനും അഴിമതിക്കാരായ ഒഫീഷ്യൽസിനെ കൊല്ലാനും ഒക്കെ ഇത് ഉപയോഗപ്പെടും എന്നൊക്കെ പറഞ്ഞൊന്ന് പരിശോധിച്ചിട്ട് എനിക്ക് പക്ഷേ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തിരികെ രാജാവിൻ്റെ കയ്യിൽ തന്നെ അത് കൊടുക്കുന്നു. ഇവനിങ്ങനെ വാള് കയ്യിലെടുത്തപ്പോൾ മുതൽ രാജാവ് പേടിച്ച് നിൽക്കുകയായിരുന്നു. തിരികെ കൊടുത്തപ്പോൾ ആശ്വാസമാവുന്നുണ്ടെങ്കിലും തൻ്റെ സമ്മാനം അവൻ നിരസിച്ചതിൻ്റെ നിരാശയുണ്ട്. പിന്നെ വിരുന്ന് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് രാജാവ് ഒരു നിമിഷം പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പ്രിൻസസും വിരുന്നിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവൾക്ക് വേറെ ചില പ്ലാനുണ്ട്. അതുകൊണ്ട് വഴിയിൽ വെച്ച് നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയതുപോലെ ഒരു സെർവൻറ്റ് അവളുടെ ദേഹത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്നു. എന്നിട്ട് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന നാനി ആ സെർവൻറ്റിനെ ശിക്ഷിക്കാൻ എടുക്കുന്നുണ്ടെങ്കിലും പ്രിൻസസ് പെട്ടെന്ന് അവളുടെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട്. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ശിക്ഷയൊന്നും നടത്തണമെന്ന് പറഞ്ഞ് അവൾ ആ സെർവൻറ്റിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. രാജാവ് യാൻഷങ് ഇങ്ങനെ അപമാനിച്ചതിൻ്റെ നാണക്കേട് കാരണമായിരുന്നു പെട്ടെന്ന് തിരികെ പോയത്. ഈ അമ്മാവനും അനന്തരവനും എല്ലാം കണക്കാണ്. എന്തായാലും ഇങ്ങനെയായ സ്ഥിതിക്ക് ഞാനും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് രാജാവ് നേരത്തെ താൻ പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ലീശ അങ്ങനെ ഓർഡർ നൽകുന്നുണ്ട്. എന്നിട്ട് രാജാവ് പിന്നെ തിരികെ വിരുന്ന് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഷാങ്യുവും യാൻഷങ്ങും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സെർവൻറ്റിൻ്റെ വേഷത്തിൽ സുൻ വരുന്നുണ്ട്. അവനെ അങ്ങനെ കണ്ടപ്പോൾ ഷാങ്യു ഒന്ന് അമ്പരക്കുന്നു. പക്ഷേ യാൻഷങ് അത് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നു. ആ ഗോൾഡ് പാലസിലുള്ള സെർവൻറ്റിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പ്രിൻസസ് മറ്റൊരു പള്ളിയിലാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വേഗം ചെല്ലാൻ യാൻഷങ്ങിനെ അറിയിക്കാനായിരുന്നു സുൻ വന്നത്. എന്തായാലും അവൻ്റെ ഈ വേഷം അവന് നന്നായി ചേരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ അങ്ങ് സ്ഥിരമാക്കിക്കോളാൻ പറഞ്ഞ് യാൻഷങ് ഈ സമയത്ത് അവനെന്ന് കളിയാക്കുന്നുണ്ട്. സുൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയ സമയത്ത് ഗ്രാൻഡ് ട്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് ഒരാൾ അങ്ങോട്ട് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. ഗ്രാൻഡ് ട്യൂട്ടറിനെ ഇവനെ കണ്ടപ്പോൾ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ യാൻഷങ് ഇരിക്കുന്നിടത്ത് വേറൊരു ഇഷ്യൂ നടക്കുന്നു. ഒരു സെർവൻറ്റ് അബദ്ധത്തിൽ അവൻ്റെ ദേഹത്ത് കുറച്ച് വൈൻ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. ഈ തക്കത്തിന് സുൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. രാജാവ് വേഗം യാൻഷങ്ങിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ്റെ ദേഹത്ത് വെള്ളം കോഴി ഒഴിച്ച സെർവൻറ്റിനെ ശിക്ഷിക്കാനൊക്കെ ഓർഡർ നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നല്ലൊരു ദിവസമല്ലേ, വെറുതെ ആരെയും ശിക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് യാൻഷങ് അത് തടയുന്നു. പിന്നെ രാജാവ് അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോകാനും ആ സെർവൻറ്റിന് ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ ഷാങ്യുവിനെ ഒന്ന് നോക്കിയിട്ട് യാൻഷങ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. യാൻഷങ് പോയ ശേഷം തിരികെ ചെല്ലുന്ന രാജാവ് ഗ്രാൻഡ് ട്യൂട്ടറെ നോക്കി എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊന്ന് ചിരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. വെയ്യാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാജാവ് പതിവില്ലാതെ സന്തോഷത്തിലാണ് എന്നും ഗ്രാൻഡ് ട്യൂട്ടറുമായി ചേർന്ന് എന്തോ കുരുക്കൊപ്പിക്കുന്നുണ്ട് എന്നും വെയ്യാനും മനസ്സിലാവുന്നു. അങ്ങനെ അയാളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.
യാൻഷങ് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് അയാൾ മനസ്സിലാക്കിയാലോ എന്ന് പേടിച്ച് ഷാങ്ങു അയാളെ ഇടയ്ക്ക് വെച്ച് പിടിച്ച് നിർത്തിയിട്ട് അയാളുമായിട്ട് ഒരു ഗ്ലാസ് വൈൻ ടോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനായിട്ട് എഴുന്നേൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ ഇവർക്ക് സമയത്ത് ഫുഡ് സപ്ലൈസ് ഒന്നും കിട്ടിയിരുന്നില്ലല്ലോ. അതിന് കാരണക്കാരൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്നാണ് ഷാങ്ങു ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് അയാളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ തക്ക സമയത്ത് ഫുഡ് സപ്ലൈസ് ഒക്കെ എത്തിച്ചതിന് നന്ദിയുണ്ട്. യുദ്ധഭൂമിയിൽ അനാവശ്യമായി കൊല്ലപ്പെട്ട സൈനികർക്കും അതേപോലെ അതിർത്തിയിലുള്ള ജനങ്ങൾക്കും വേണ്ടി ആണ് ഈ ടോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ വൈൻ ഗ്ലാസുമായി എഴുന്നേൽക്കുന്നത്. വെയ്യാനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ പറയുന്നതെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആരൊക്കെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നുണ്ടെങ്കിലും വെയ്യാൻ അവരെയൊക്കെ തടയുന്നു. ഷാങ്ങു നിർത്താൻ ഭാവമില്ലാതെ പിന്നെയും എഴുന്നേറ്റ് അങ്ങേറ്റ അടുത്തേക്ക് എന്നിട്ട് എന്തായാലും തക്ക സമയത്ത് മിലിറ്ററി പ്രൊവിഷൻസ് ഒക്കെ എത്തിച്ചത് നന്നായി. ഇല്ലെങ്കിൽ 17 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം അവിടെയും സംഭവിച്ചേനെ. ജനറൽ ഹേ മാത്രമായിരുന്നില്ല ഈ യുദ്ധത്തിൽ മരിക്കുന്നത്, യാൻഷങ്ങും കൊല്ലപ്പെട്ടേനെ. അവൻ്റെ ബോഡിയും അവൻ്റെ അച്ഛൻ്റെ ബോഡിയും സിറ്റി വാളിൽ കെട്ടി തൂക്കിയിട്ടതുപോലെ അവിടെ കിടന്ന് തൂങ്ങി ആടിയേനെ. ഞാനൊരു പച്ചർഗേളാണല്ലോ, അതുകൊണ്ട് എന്നെ അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ ട്രേറ്റർ വേഷ്യലിൻ്റെ അവസ്ഥ ആയനെ എന്നൊക്കെ ഷാങ്ങു പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ടോസ്റ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് മുന്നിലേക്ക് വൈൻ ഗ്ലാസ് നീട്ടുകയും ചെയ്യുന്നു. വെയ്യാൻ ആകെ കലിപ്പാണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ വൈൻ ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പിന്നെ ആ വേഷ്യലിനുമായിട്ട് നിന്നെ എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, നീ അവൻ്റെ 7 എഴുത്ത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ വൈൻ വാങ്ങി കുടിക്കുന്നത്. എന്നിട്ട് ഗ്ലാസ് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. എന്തായാലും രാജാവിനും ഗ്രാൻഡ് ട്യൂട്ടർക്കും ഇത് കണ്ട് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. വെയ്യാൻ പുറത്തിറങ്ങി ചെന്നപ്പോൾ യാൻഷങ്ങിനെ അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അവനെ കണ്ടുകൊണ്ട് കുറച്ച് സൈനികർ അടുത്തേക്ക് വന്നപ്പോൾ മാർക്കിസ് എവിടെയെന്ന് അവൻ അന്വേഷിക്കുന്നു. ഇമ്പീരിയൽ ഗാർഡനിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ അയാൾ ഓർഡർ നൽകുന്നു. രാജാവ് ഈ സമയം ഷാങ്ങിൻ്റെ അടുത്തേക്ക് എന്ന് അവളുമായിട്ട് ഒരു ഗ്ലാസ് വൈൻ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ഭരണത്തിലുള്ള കഴിവിനെയൊക്കെ സ്വയം പുകഴ്ത്തിയെന്ന് പറയുന്നു. പുറത്തിരിപ്പുണ്ടായിരുന്ന വെയ്യാൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്കിത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തൊരു കഴിവുകെട്ട ഭരണാധികാരിയാണ് ഇത്, എന്തായാലും അയാളുടെ അച്ഛനേക്കാൾ ചതിയനാണ് എന്ന് വെയ്യാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. യാൻഷങ് ഈ സമയം ആ കൊട്ടാരത്തിലുള്ള ഒരു ഒഴിഞ്ഞ പവലിയനിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെയാണ് പ്രിൻസസ് ആ ഗോൾഡ് മനസ്സിലുണ്ടായിരുന്ന സെർവൻറ്റിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ ചെല്ലുന്ന സമയത്ത് പ്രിൻസസ് വാതിൽ തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ സെർവൻറ്റിനെ അവൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ മനോനില തെറ്റിയ അവസ്ഥയിലായിരുന്നു. ഈ കൊട്ടാരം മുമ്പൊരിക്കൽ തീപിടുത്തമുണ്ടായത് കാരണം എല്ലാവരും ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഇവരെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പ്രിൻസസ് യാൻഷങ്ങിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ള വിവരം കിട്ടുമെന്നും പ്രിൻസസിന് പ്രതീക്ഷയില്ല. എന്തായാലും യാൻഷങ് അവരുടെ മുന്നിലേക്ക് ഇരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനറൽ വെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് ആ സെർവൻറ്റ് റിയാക്ട് ചെയ്തത്. എന്തിനാണ് അങ്ങ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് പ്രിൻസസ് അങ്ങയോട് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകാനൊക്കെ അവർ യാൻഷങ്ങിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തുടങ്ങിക്കൊണ്ട് അവനോട് പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അവിടെ ഒരു തീപിടുത്തമുണ്ടായതുപോലെ അവർ പേടിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇവർ ഈ പറയുന്ന പ്രിൻസസ് ആരാണ് എന്ന് യാൻഷങ് അവരോട് ചോദിക്കുന്നുണ്ട്. പ്രിൻസസിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും പ്രിൻസസ് പ്രഗ്നൻ്റ് ആണ് എന്നവർ പറയുന്നു. പിന്നെ പ്രിൻസസിനെ അടിക്കരുത് എന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നത് പോലെ അവൻ്റെ മുന്നിൽ അപേക്ഷിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് അവർ പറയുന്നതെന്ന് യാൻഷങ്ങിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ അവരിങ്ങനെ എപ്പോഴും ഒസ്മാന്ത സ്പൂത്ത് എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ ചുറ്റും ഒസ്മാന്ത സ്ത്രീകൾ നട്ടുപിടിപ്പിച്ചൊരു കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് ഷിറോങ്ങിയാൻ എന്ന കൺസോർട്ടാണ് എന്നൊക്കെ പ്രിൻസസ് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് എന്തോ എടുക്കാനായി മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ബോധമില്ലാതെ അവരിങ്ങനെ ഓടുന്നത് കാരണം പ്രിൻസസ് അവർക്ക് പിന്നാലെ ചെല്ലുന്നു. യാൻഷങ്ങും പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷേ അവർ അങ്ങോട്ട് ചെന്നപ്പോൾ ആ മുറിയിൽ സാമ്പ്രാണി പുകച്ചതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഇത് അടിച്ചതും ഇവർക്ക് രണ്ടുപേർക്കും ശരീരം തളരുന്നത് പോലെയൊക്കെ തോന്നുന്നു. അവിടെ ഇരിപ്പുണ്ടായിരുന്ന പുകയ്ക്കുന്ന പാത്രം കണ്ടപ്പോൾ തങ്ങളെ ആരോ ട്രാപ്പിലാക്കിയിരിക്കുകയാണെന്ന് യാൻഷങ്ങിന് മനസ്സിലാവുന്നു. പെട്ടെന്ന് മൂക്ക് വെത്താൻ അവൻ പ്രിൻസസിനോട് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രണ്ടുപേരും അതിൻ്റെ കൺട്രോളിലായതുപോലെ കുഴിഞ്ഞ് വീഴാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പുറത്ത് ലീഷ്യാങ് മാർക്കിസിനെ കൈയോടെ പിടികൂടാനായിട്ട് കുറച്ച് സൈനികരുമായി എത്തുന്നു. എന്നിട്ട് അവൻ അതിനുള്ളിൽ പുകച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ സെക്ഷൽ ഫീലിങ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസെൻസ് ആണ്. അതുകൊണ്ട് മാർക്കിസിനും അവിടെയുള്ള സെർവൻറ്റിനും എന്തായാലും ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ലീഷ്യാങ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രിൻസസും മറ്റു സെർവൻറ്റും ബോധം കെട്ട് വീഴുന്നു. യാൻഷങ്ങിൻ്റെയും ബോധം പോകുന്ന അവസ്ഥയിലാവുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു കപ്പ് പൊട്ടിച്ചിട്ട് അതിൻ്റെ കഷ്ണം കൊണ്ട് തൻ്റെ കയ്യിലൊരു മുറിവുണ്ടാക്കുന്നു. ഇങ്ങനെ കുറച്ച് ബ്ലഡ് പോയി കഴിയുമ്പോൾ അതിൻ്റെ ലഹരിയിൽ നിന്ന് അവനൊന്ന് റിക്കവർ ആവാൻ പറ്റും. അങ്ങനെ അവന് ചെറുതായിട്ട് അതിൻ്റെ കൺട്രോളിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇവനെ ഇങ്ങനെ ട്രാപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പണി പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ലീഷ്യാങ് ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് ഇങ്ങനെ കാവൽക്കാരെയും കൊണ്ട് വന്നത്. നീ കീഴടങ്ങുന്നത് തന്നെയാണ് നല്ലത്. മര്യാദയ്ക്ക് കീഴടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ രാജാവ് നിൻ്റെ ജീവനെങ്കിലും വെറുതെ വിടാൻ തയ്യാറാവും എന്നൊക്കെ ലീഷ്യാങ് പുറത്തു നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. തൻ്റെ ചെവി നഷ്ടപ്പെട്ടതിന് ഇങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാമല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് അയാൾ. ഷാങ്ങു ഈ സമയം യാൻഷങ്ങിനെ അന്വേഷിച്ച് അതുവഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് പ്രിൻസസിൻ്റെ ആ വിശ്വസ്തയായ സെർവൻറ്റ് അവളുടെ മുന്നിലേക്ക് എന്നിട്ട് പ്രിൻസസും മാർക്കിസും ഇങ്ങനെ ട്രാപ്പിലായ വിവരം പറയുന്നത്. എന്തായാലും ഈ സെർവൻറ്റിനെ പുറത്ത് കുറച്ച് ദൂരെയായിട്ട് പ്രിൻസസ് കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീഷ്യാങ് കുറേ കാവൽക്കാരുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത് ഇവൾ കണ്ടിരുന്നു. എന്തോ ട്രാപ്പ് അവർ
അവരൊപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നത് എന്നൊക്കെ സെർവൻറ്റ് ഷാങ്യുവിനെ അറിയിക്കുന്നു. ഷാങ്യുവിനും അപകടം മണക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ആ സെർവൻറ്റിനോട് എത്രയും പെട്ടെന്ന് പ്രിൻസസിൻ്റെ അമ്മയുടെ അടുത്തെത്തി വിവരം പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അമ്മ അറിയാതെയാണല്ലോ പ്രിൻസസ് ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് അത് കുഴപ്പമാവുമെന്ന് സെർവൻറ്റ് പറയുന്നുണ്ട്. അത് സാരമില്ല, എന്തോ വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മാത്രമേ ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് അവർ അത്യാവശ്യമായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് ഷാങ്യു സെർവൻറ്റിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. എന്നിട്ട് അവൾ ഈ സംഭവം നടക്കുന്ന പവലിയൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. യാൻഷിങ്ങിനെ പിടികൂടാനായിട്ട് കുറച്ച് സൈനികർ ഈ സമയം അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലഡ് അങ്ങനെ പോയത് കാരണം തന്നെ അവന് കുറച്ച് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ സൈനികരെല്ലാം കൊന്നു തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനിങ്ങനെ ഇറങ്ങി വരുമെന്ന് ലീഷ്യ അങ്ങോട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. പുറത്ത് നിൽക്കുണ്ടായിരുന്ന സൈനികരും അവനെ അറ്റാക്ക് ചെയ്യാനായി ചെല്ലുന്നു. പക്ഷെ ആ ഒരു അവസ്ഥയിലും യാൻഷിങ് അവരെ നിസ്സാരമായിട്ട് തോൽപ്പിക്കുന്നുണ്ട്. ലീഷ്യാങ് ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ തോളിച്ചു നിൽക്കുന്നു. യാൻഷിങ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത് കണ്ട് അയാൾക്ക് പേടിച്ച് നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഷാങ്യു അവനെ അന്വേഷിച്ച് ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവനെ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നെ ചുറ്റും നിരീക്ഷിച്ചപ്പോഴാണ് അവിടെ പല ഭാഗങ്ങളിലും ചോര പുരണ്ടിരിക്കുന്നത് അവൾ കാണുന്നത്. യാൻഷിങ് അതുവഴി പാസ് ചെയ്തത് പോയതായിരിക്കണം എന്ന് ഊഹിച്ച് അവൾ ആ ചോരയുടെ അടയാളം ഫോളോ ചെയ്ത് അവസാനം അവിടെയുള്ളൊരു കുളത്തിനടുത്തായി കിടക്കുന്ന യാൻഷിങ്ങിനെ കണ്ടെത്തുന്നു. യാൻഷിങ്ങിൻ്റെ ബോധമൊന്നും പോയിട്ടില്ലായിരുന്നെങ്കിലും അവൻ ആ ലഹരിയുടെ കൺട്രോളിലായി കഴിഞ്ഞിരുന്നു. ഷാങ്യു അടുത്ത് ചെന്നിരുന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നിനക്കിത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലാണ്. അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതൊക്കെ ഷാങ്യു കാണുന്നുണ്ട്. പക്ഷേ യാൻഷിങ്ങിന് അതിനൊന്നും മറുപടി പറയാനോ ഒന്നും പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അവനിപ്പോൾ ആകെ ഷാങ്യുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അവളെ കിസ് ചെയ്യാനും മറ്റും ഉള്ള ടെൻഡൻസിയോടെ അടുത്ത് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നുമില്ല. യാൻഷിങ്ങിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന കുറച്ച് സൈനികരും അവിടെയുള്ള ബ്ലഡിൻ്റെ അടയാളമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവർ അത് ഫോളോ ചെയ്ത് ഇവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഷാങ്യു അവനെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സേഫാക്കിയിരുന്നു. ചതിയൻ രാജാവ് ഈ സമയം താൻ വിചാരിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ വർക്കൗട്ട് ആവുകയാണ് എന്നുള്ള സന്തോഷത്തിൽ വിരുന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് എന്നിട്ട് മാർക്കിസും ഷാങ്യുവും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ലീഷ്യാങ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മാർക്കിസ് കുടിച്ച് ലെവലില്ലാതെ കൊട്ടാരത്തിലൊരു സെർവൻറ്റിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞങ്ങളവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അവൻ അവരെയൊക്കെ ഉപദ്രവിച്ചിട്ട് പുറത്തേക്ക് പോയി എന്നൊക്കെ വന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ വെയ്യാൻ ഇങ്ങനെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് പറഞ്ഞ് ലീഷ്യാങ്ങിനെ വഴക്ക് പറയുന്നുണ്ട്. ഞാനിത് ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് ലീഷ്യാങ് ആണേറ്റ് പറയുന്നു. ഈ സമയത്ത് ഗ്രാൻഡ് ട്യൂട്ടർ ലീ ഇടപെടുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും കണ്ണു അടച്ച് വിശ്വസിക്കുന്നത് ശരിയല്ല, നമുക്ക് നേരിട്ട് പോയി തന്നെ ഇത് കണ്ട് ബോധ്യപ്പെടണമെന്ന് അയാൾ രാജാവിനോട് പറയുന്നു. രാജാവ് ലീഷ്യാങ്ങിനിട്ടൊരു ചവിട്ടൊക്കെ കൊടുത്ത് തകർത്ത് അഭിനയിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഒഫീഷ്യൽസിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. വെയ്യാൻ മാത്രം പക്ഷേ അയാൾ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. അയാളെന്താ വരുന്നില്ലേ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ വെയ്യാൻ പതുക്കെ എഴുന്നേറ്റ് എന്ന് അവർക്കൊപ്പം ചെല്ലുന്നു. ഈ സമയത്ത് ലീഹുവാൻ കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കാവൽക്കാർ അവനെ അകത്തേക്ക് കയറ്റി വിടാതെ തടയുന്നുണ്ട്. വിരുന്ന് കഴിയുന്നത് വരെ ആരെയും അകത്തേക്കും പുറത്തേക്കും വിടരുതെന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അവൻ തൻ്റെ കുടുംബത്തിന് രാജാവ് പ്രത്യേകം നൽകിയിരിക്കുന്ന ഒരു ട്രാവൽ ടോക്കൺ എടുത്ത് കാണിച്ചിട്ട് ഇത് കയ്യിലുണ്ടെങ്കിലും എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൈവശമുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ അവർക്ക് അവനെ അകത്തേക്ക് വിടേണ്ടി വരുന്നു. കൊട്ടാരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് മാർക്കിസിന് വേണ്ടിയിട്ടുള്ള അരിച്ചു പെറുക്കിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഷ്യാങ്ങാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ സമയത്താണ് നേരത്തെ യാൻഷിങ്ങിനെയൊക്കെ ട്രാപ്പിലാക്കിയ ആ ബിൽഡിങ്ങിൽ തീപിടുത്തമുണ്ടായി എന്ന് ആരോ വിളിച്ചു പറയുന്നത്. വലിയ രീതിയിലുള്ള പുകയും ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കിസ് തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് വേഗം പോയി തീ അണയ്ക്കാനായിട്ട് ലീഷ്യാങ് എല്ലാവരോടും വിളിച്ച് പറയുന്നു. പക്ഷെ അവർക്ക് എത്തിയപ്പോഴേക്കും ആ തീ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം പടർന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തീ പിടിച്ച സ്ഥലത്തേക്കാണ് രാജാവും ഗ്രാൻഡ് ട്യൂട്ടർ ലീയും വെയ്യാനും ഒക്കെ എത്തുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീപിടുത്തം എങ്ങനെ ഉണ്ടായെന്ന് രാജാവ് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരോട് ചോദിക്കുന്നു. എങ്ങനെയാണ് ഇതുണ്ടായെന്ന് അവർക്കും അറിയില്ല. ഏതോ ഒരു വില്ലനാണ് ചെയ്തതെന്ന് ഒരു സെർവൻ്റ് അകത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ മാർക്കിസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും കണ്ടു. കുറച്ച് പേരെയൊക്കെ കൊല്ലുകയും ചെയ്തു എന്നൊക്കെ ആ സെർവൻ്റ് അറിയിക്കുന്നു. മാർക്കിസ് രക്ഷപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ മാർക്കിസിനെ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് രാജാവ് അയാളോട് ദേഷ്യപ്പെടുന്നു. ഗ്രാൻഡ് ട്യൂട്ടർ പെട്ടെന്ന് രാജാവിനെ പിടിച്ചിർത്തിയിട്ട് മാർക്കിസ് കൊട്ടാരത്തിനുള്ളിൽ കയറി ഇവിടുത്തെ പെണ്ണുങ്ങളോട് ഇങ്ങനെ അതിക്രമം കാണിച്ചതും പോരാഞ്ഞിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തീയിടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മാർക്കിസിനെ കണ്ടാൽ അപ്പോൾ തന്നെ കൊല്ലാനുള്ള ഉത്തരവ് നൽകണമെന്ന് രാജാവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. രാജാവ് അതിനെന്തെങ്കിലും മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ പ്രിൻസസിൻ്റെയും രാജാവിൻ്റെയും ഒക്കെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ പറഞ്ഞപ്പോഴാണ് പ്രിൻസസ് ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് രാജാവ് അറിയുന്നത്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. രാജാവും പ്രിൻസസിനെ രക്ഷിക്കാനായിട്ട് സർവൻസിനോട് പറയുന്നുണ്ട്. പക്ഷേ തീ ഭയങ്കരമായിട്ട് ആള് പടർന്നു നിൽക്കുന്നതിനാൽ ആർക്കും അതിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ സമയത്താണ് സുൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഞാൻ പ്രിൻസസിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ദേഹത്തോടെ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ച് അതിനുള്ളിലേക്ക് കയറുന്നത്. അവനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ കുറച്ചു മുമ്പ് കണ്ടത് അവനെ തന്നെ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഗ്രാൻഡ് ട്യൂട്ടർക്കുണ്ടാവുന്നു. അയാളത് പറയാൻ തുടങ്ങിയപ്പോഴും മിണ്ടായിരിക്കും കിള എന്ന് പറഞ്ഞ് സുൻ അയാളെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ രാജാവിന് നേരെയും നിന്നെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് പോലെ പറഞ്ഞിട്ടാണ് അവനകത്തേക്ക് പോകുന്നത്. എന്നെയാണോ നീ ആ പറഞ്ഞതെന്ന് രാജാവ് അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഗ്രാൻഡ് ട്യൂട്ടർ ഈ സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്.
അയാൾ രാജാവിനെ മാറ്റി നിർത്തിയിട്ട് എന്തായാലും ഈ സംഭവം പുറത്തറിഞ്ഞു കഴിയുമ്പോൾ യാൻഷിങ്ങിൻ്റെ ആർമി അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഷാങ്ങുവിൻ്റെ ആർമിയും എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം തനിക്ക് നൽകണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. വെയ്യാൻ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഷാങ്യു ഈ സമയത്ത് യാൻഷിങ്ങിനെ കൊണ്ട് അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ കാവൽക്കാരുള്ളതിനാൽ അവൾക്ക് അവിടെ നിന്ന് അവനെയും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇവരിവിടെ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ ശ്രദ്ധ പക്ഷേ അതൊന്നും ആയിരുന്നില്ല. അവന് റൊമാൻസ് തലയ്ക്ക് കയറി ആകെ മൂത്തിരിക്കുകയാണ്. അവൻ ഷാങ്ങിനെ ഉമ്മ വെക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. ആരും അങ്ങോട്ട് വരുന്നതിനാൽ ഷാങ്ങി പെട്ടെന്ന് അവൻ്റെ വാ പൊത്തുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് വന്നവർ ഇവരെ കാണാതെ അവിടെ നിന്ന് പോകുന്നു. യാൻഷിങ് അപ്പോഴും ഞാൻ സത്യമാണ് പറഞ്ഞത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവളോട് പറയുന്നു. നീ ഒന്ന് മിണ്ടായിരിക്കുമെന്ന് ചോദിക്കാനായിട്ട് ഷാങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കിയ സമയത്ത് അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവസാനം അവൾക്ക് അവനെ ബോധം കെടുത്തേണ്ടി വരുന്നു. ആ ഒരു ശബ്ദം കേട്ടിട്ട് കുറച്ച് ആൾക്കാർ ആ ഭാഗത്തേക്ക് അടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് എന്തോ ഒരു ബഹളം കേട്ട് അവർ അങ്ങോട്ടേക്ക് ഓടുന്നു. ഇങ്ങനൊരു സമയത്താണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഷാങ്ങി ചുണ്ടിൽ തപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. സുന്നത്തായാലും അകത്ത് നിന്ന് പ്രിൻസസിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ പ്രിൻസസിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവൾക്ക് ചെക്ക് ചെയ്തിട്ട് പൾസൊന്നും അറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ രക്ഷിക്കാനായിട്ട് കൊട്ടാരം വൈദ്യന്മാരെ വിളിപ്പിക്കാനായിട്ട് രാജാവ് ഓർഡർ നൽകുന്നുണ്ട്. സുൻ കുറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ ശ്വാസമുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ കൊട്ടാരം വൈദ്യന്മാർ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുമ്പ് ഷിയാൻ പറഞ്ഞതുപോലെ മൗത്ത് ടു മൗത്ത് കൊടുത്ത് അവളെ രക്ഷപ്പെടുത്താനായിട്ട് അവൻ തയ്യാറാവുന്നു. ആദ്യം നെഞ്ചിലമർത്തി പ്രസ് ചെയ്യുകയാണല്ലോ വേണ്ടത്. അത് അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കൂടി അവനെ തടയുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ പോലും അവൻ പ്രിൻസസിൻ്റെ മാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഗ്രാൻഡ് ട്യൂട്ടറൊക്കെ അവന് നേരെ തിരിയുന്നുണ്ട്. രാജ്ഞിയും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളുടെ ജീവൻ രക്ഷിക്കുന്നതാണോ വലുത് അതോ അവളുടെ മാനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണോ വലുത് എന്ന് സുൻ അവരോട് ചോദിക്കുന്നു. അവളുടെ ജീവൻ രക്ഷിക്കാൻ അവർ അനുവാദം നൽകുന്നുണ്ട്. അങ്ങനെ സുൻ ആ CPR ചെയ്യുന്നു. നെഞ്ചിൽ കുറേ തവണ പ്രസ് ചെയ്ത ശേഷം അവൻ വായിൽ കൂടി ശ്വാസം കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എല്ലാവരും കരുതിയത് അവൻ അവളെ കിസ് ചെയ്യുകയാണ് എന്നാണ്. ഗ്രാൻഡ് ട്യൂട്ടറൊക്കെ അവനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് ബഹളം വയ്ക്കുന്നു. രാജാവും വേഗം അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കാവൽക്കാർക്ക് ഓർഡർ നൽകുന്നുണ്ട്. പെട്ടെന്നാണ് രാജ്ഞി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാലയൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ആരാണ് ഇത് എതിർക്കാൻ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ആകെ വയലൻ്റ് ആയത്. അതോടെ രാജാവൊക്കെ പേടിക്കുന്നുണ്ട്. ഞാൻ ഇവിടം വരെ എത്തിയത് ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടാണ്. എന്നിട്ടും എനിക്ക് എൻ്റെ ഒരേ ഒരു മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറേ പേരെ കൂടി കൊല്ലാൻ എനിക്ക് യാതൊരു മടിയില്ല. ആർക്കാണ് അവളെ തടയാൻ ധൈര്യം എന്നൊക്കെ രാജ്ഞി വിളിച്ചു ചോദിക്കുന്നു. അത് മാത്രമല്ല അവിടെയുള്ള ഇമ്പീരിയൽ ഗാർഡ്സിന് അവരായിട്ട് തന്നെ ഓർഡർ നൽകുകയും ചെയ്യുന്നുണ്ട്. ആ കൊട്ടാരത്തിൻ്റെ മുഴുവൻ ഗേറ്റുകളും ഇപ്പോൾ തന്നെ സീൽ ചെയ്യണം. ഇവിടെ നടന്ന സംഭവം ഒരീച്ച പോലും പുറത്തറിയാൻ പാടില്ല. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇതിനെക്കുറിച്ച് പുറത്ത് പറയുകയാണെങ്കിൽ അതിന് യാതൊരു ഒഴിവുമില്ലാതെ ആരായാൽ പോലും അവരെ ഉറപ്പായും കൊന്നിരിക്കുമെന്നൊക്കെ രാജ്ഞി വിളിച്ച് പറയുന്നു. കൊട്ടാരത്തിനകത്ത് ശരിക്കും രാജാവിനേക്കാൾ കൂടുതൽ ഇവരുടെ ഓർഡർ അനുസരിക്കാൻ അവിടുത്തെ ഇമ്പീരിയൽ ഗാർഡ്സ് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ഓർഡർ സ്വീകരിച്ച് അത് നടപ്പാക്കാനായിട്ട് പോകുന്നുണ്ട്. രാജാവിനും അതിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർ പിന്നെ സുന്നിനോടായിട്ട് അവളുടെ ജീവൻ രക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൾക്കൊപ്പം നിന്നെ ഞാൻ കുഴിച്ചു മൂടുമെന്ന് പറയുന്നുണ്ട്. അവൻ കുറേ സമയം കൂടി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നെഞ്ചിലമർത്തുകയും ശ്വാസം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ പ്രിൻസസിന് ബോധം വീഴുന്നു. സുന്ന ആശ്വാസത്തോടെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുന്നുണ്ട്. പ്രിൻസസ് രക്ഷപ്പെട്ടെങ്കിലും മാർക്കിസ് ഇക്കാര്യത്തിൽ എന്തായാലും നിരപരാധിയാവാൻ പോകുന്നില്ല. അതുകൊണ്ട് മാർക്കിസിനെ വെറുതെ വിടരുത്, തക്ക ശിക്ഷ നൽകണമെന്ന് ഗ്രാൻഡ് ട്യൂട്ടർ ഈ സമയത്തും രാജാവിനോട് പറയുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സുന്നി ഈ സമയത്തൊരു പണി ചെയ്യുന്നു. പ്രിൻസസിനെ ഇന്ന് രക്ഷപ്പെടുത്തിയത് ഞാനല്ല, ഞാനൊരിക്കലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കൊട്ടാരം വൈദ്യനാണ് പ്രിൻസസിനെ രക്ഷപ്പെടുത്തിയതെന്ന് മാത്രമേ പുറം ലോകം അറിയാവുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. രാജ്ഞിയും അത് സമ്മതിക്കുന്നു. ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് ഇനി ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ സംഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എന്ന് രാജ്ഞി കർശനമായിട്ട് ഓർഡർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്താനോ ചോദ്യം ചെയ്യാനോ ഒന്നും രാജാവിന് പറ്റില്ല. അങ്ങനെ രാജാവിനും അതിവിടെ നിർത്തുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ മാർക്കിസിനെ പൂട്ടാനുള്ള രാജാവിൻ്റെയും ഗ്രാൻഡ് ട്യൂട്ടറുടെയും കൂടെ പ്ലാൻ 8 നിലയിൽ പൊട്ടുന്നു. പ്രിൻസസ് ആശ്വാസത്തോടെ സുനിൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. രാജാവും മന്ത്രിമാരും എല്ലാം തിരികെ ആ വിരുന്ന് നടന്ന സ്ഥലത്ത് തന്നെ എത്തി മാർക്കിസിനെ പിടിച്ചുകൊണ്ട് വരുന്നതും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ട് എങ്ങും കണ്ടുകിട്ടാനായില്ല എന്നൊക്കെ അറിയിക്കുന്നത്. അപ്പോഴേക്കും എന്നാണോ നിങ്ങളെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് യാൻഷിൻ ഷാങ്ങുവിനൊപ്പം അങ്ങോട്ടേക്ക് എത്തുന്നു. അവനെ കണ്ട് ഗ്രാൻഡ് ട്യൂട്ടറും രാജാവും എല്ലാം ശരിക്കും ഷോക്കാവുന്നുണ്ട്. രാജാവ് വേഗം എഴുന്നേറ്റ് അവൻ്റെ മുന്നിലേക്ക് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ഒരുമിച്ച് വരുന്നത്, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാങ്ങു യാൻഷിനെ പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ കൈ മാറ്റുന്നു. എന്നിട്ട് തനിയെ നേരെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ട് ഇതെങ്ങനെയാണ് ഇത്രയും നനഞ്ഞതെന്ന് രാജാവ് ചോദിക്കുന്നു. ഞാൻ കുടിച്ച് ലെവൽ തെറ്റി കുളത്തിൽ വീണ് പോയതാണ്, ഭാഗ്യത്തിന് ഷാങ്ങു എന്നെ രക്ഷപ്പെടുത്തി എന്ന് യാൻഷിൻ പറയുന്നു. അവന് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവരാനായിട്ട് രാജാവ് ഓർഡർ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രാൻഡ് ട്യൂട്ടർ യാൻഷിനെ നേരെ തിരിയുന്നത്. ഇന്ന് കൊട്ടാരത്തിൽ തീരെ പ്രതീക്ഷിക്കാതെ ഒരു തീപിടുത്തമുണ്ടായി. പ്രിൻസസിന് ജീവൻ വരെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. ഒരു ദൃക്സാക്ഷി പറഞ്ഞത്
നീ കൊട്ടാരത്തിലുള്ള ഏതോ സെർവൻറ്റിനെ ഉപദ്രവിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ തീയിട്ടതെന്നാണ്. നിനക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഗ്രാൻഡ് ട്യൂട്ടർ അവനോട് ചോദിക്കുന്നു. മാർക്കിസ് തന്നെയാണ് കുറ്റക്കാരെന്ന് ലീ ഷിയാങ്ങും ആരോപിക്കുന്നു. പക്ഷേ ഓൾറെഡി ഇത് ചെയ്ത ആളിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഇമ്പീരിയൽ ഗാർഡ്സ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. യാൻഷങ് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്, പിന്നെ എന്താണ് പറയാത്തതെന്ന് അവൻ ഇമ്പീരിയൽ ഗാർഡ്സിനോട് ചോദിക്കുന്നു. അങ്ങനെ ഓൾറെഡി ഈ തീയിട്ട ആളെ പിടികൂടിയിട്ടുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാളെ അകത്തേക്ക് കൊണ്ടുവരാൻ വെയ്യാൻ ഓർഡർ നൽകുന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന ക്രിമിനലിനെ കണ്ട് ശരിക്കും ഞെട്ടിയത് ഗ്രാൻഡ് ട്യൂട്ടർ ആയിരുന്നു. കാരണം വന്നത് ലീ ഹുവാനാണ്. ഞാൻ പ്രിൻസസിനോട് ഇന്ന് രാത്രി എൻ്റെ ഫീലിങ്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ശിക്ഷിച്ചോളാൻ ലീ ഹുവാൻ രാജാവിനോട് പറയുന്നു. പ്രിൻസസിനെ കാണാൻ പോയത് മാർക്കിസ് അല്ല ഞാനാണ് എന്നും അവൻ ഏൽക്കുന്നുണ്ട്. രാജാവും ഗ്രാൻഡ് ട്യൂട്ടറൊക്കെ ആകെ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. അപ്പോഴാണ് യാൻഷങ് മറ്റൊരു കാര്യം ചോദിച്ചത്. ഞാൻ ഇന്ന് രാത്രി ആകെ ഒരു ഗ്ലാസ് വൈൻ മാത്രമേ കഴിച്ചുള്ളൂ. അത് മാത്രം കഴിച്ചപ്പോൾ ഇത്രയധികം ലഹരിയിലാവാൻ മാത്രം വീര്യമുള്ള വൈനായിരുന്നോ അങ്ങെനിക്ക് തന്നതെന്ന് അവൻ രാജാവിനോട് ചോദിക്കുന്നു. രാജാവിന് എന്തെങ്കിലും മറുപടി പറഞ്ഞാലേ പറ്റുകയുള്ളൂ. അത് ഒരുപാട് വർഷങ്ങളായിട്ട് സൂക്ഷിച്ചിരുന്ന വൈനാണ്, അതുകൊണ്ട് അതിന് വീര്യവും കൂടും, അതുകൊണ്ട് സംഭവിച്ചായിരിക്കുമെന്ന് രാജാവ് പറയുന്നു. അപ്പോഴാണ് കുറ്റം ലീ ഷിയാങ്ങിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഗ്രാൻഡ് ട്യൂട്ടർ രാജാവിനെ കണ്ണു കാണിക്കുന്നത്. അങ്ങനെ ലീ ഷിയാങ്ങാണ് വൈൻ പ്രിപ്പയർ ചെയ്തത്, അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ് എന്ന് രാജാവ് നേരെ അവൻ്റെ തലയിലേക്ക് കുറ്റം വെച്ചു കൊടുക്കുന്നു. അയാൾ ആദ്യം അന്തം വിട്ടു പോകുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് ട്യൂട്ടറുടെയും രാജാവിൻ്റെയും ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ താനിത് ഏൽക്കുകയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അയാൾ ആ കുറ്റം ഏൽക്കുന്നുണ്ട്. അതെ, ഞാൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്തത്. മാർക്കിസ് എൻ്റെ ചെവി അറുത്ത് കളഞ്ഞില്ലേ, അതിനുള്ള പ്രതികാരം ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് ലഹരി ചേർത്തിരുന്നുവെന്ന് അയാൾ സമ്മതിക്കുന്നു. മാർക്കിസിനെ കൊടുക്കാൻ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയതും ഞാൻ തന്നെയാണ് എന്ന് അയാൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ആ പാലസിന് തീയിട്ടത് അയാളാണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഗ്രാൻഡ് ട്യൂട്ടർ ഇടപെടുന്നു. ലീ ഷിയാങ്ങിനെ എക്സ്ക്യൂസ് ചെയ്യാനും ഗ്രാൻഡ് ട്യൂട്ടർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷാങ് അയാളെ അങ്ങനെ അങ്ങ് വിടാൻ ഒരുക്കമായിരുന്നില്ല. ഞാനൊരു ബച്ചർ ഗേൾ ആയിരിക്കാം, എണ്ണമില്ലാത്ത യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴെങ്കിലും കുറച്ച് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇവിടെ മാർക്കിസിനെയും എന്നെയും ഫ്രെയിം ചെയ്യാനായിട്ട് മനഃപൂർവ്വം ട്രാപ്പിലാക്കാനായിട്ട് ഇവിടെയുള്ളവർ ശ്രമിക്കുകയാണല്ലോ. ഇതിന് എന്ത് നടപടിയാണ് ഇവിടെയുള്ളവർ എടുക്കാൻ പോകുന്നതെന്ന് ഷാങ് ചോദിക്കുന്നു. ഇവിടുത്തെ നിയമം അനുസരിച്ച് തക്കതായ ശിക്ഷ ലീ ഷിയാങ്ങിന് നൽകുമെന്ന് ഗ്രാൻഡ് ട്യൂട്ടർ പറയുന്നുണ്ട്. പക്ഷേ യാൻഷങ് ഈ സമയം മുന്നോട്ട് വന്നിട്ട് നേരത്തെ രാജാവ് അവന് നൽകാമെന്ന് പറഞ്ഞ വാൾ ഇപ്പോഴും തരാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുന്നത്. രാജാവിൻ്റെ കയ്യിൽ തന്നെ ആ വാളുണ്ടായിരുന്നു. അങ്ങനെ രാജാവിന് അത് അവന് കൊടുക്കേണ്ടി വരുന്നു. യാൻഷങ് അത് കയ്യിൽ വാങ്ങിയിട്ട് ആ വാൾ ഊരി അപ്പോൾ തന്നെ ലീ ഷിയാങ്ങിൻ്റെ കഴുത്തിറങ്ങുന്നു. ഗ്രാൻഡ് ട്യൂട്ടർ ഇതുകൊണ്ട് പേടിച്ച് വീഴാൻ തുടങ്ങുന്നുണ്ട്. രാജാവിനും ആകെ ഷോക്കാവുന്ന. രാജാവിൻ്റെ വലങ്കയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാജാവിന് വേണ്ടി ഇങ്ങനെയുള്ള രാജ്യദ്രോഹികളെ ഞാൻ കൊന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ നീതി നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് യാൻഷങ് വാൾ തിരികെ വെക്കുന്നുണ്ട്. രാജാവ് ആകെ ഷോക്കായി നിൽക്കുകയാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ സംഭവത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിക്കാൻ ഉത്തരവ് നൽകാം, എന്നിട്ട് ഇതിന് പിന്നിൽ ആരാണെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരാം എന്നൊക്കെ രാജാവ് പറയുന്നു. അതിനുശേഷം യാൻഷങ് ഷാങ്ങുവിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. രാജാവ് പിന്നെ ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡ് ട്യൂട്ടർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. ലീ ഹുവാൻ അദ്ദേഹത്തെ പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവനോട് ദേഷ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എല്ലാവരും പോയി കാണുമെന്ന് എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് ലീ ഷിയാങ്ങിനെയും വിളിച്ചുകൊണ്ട് തിരിയുന്നുണ്ട്. അപ്പോഴാണ് വെയ്യാൻ അവിടെ തന്നെ നിൽപ്പുണ്ട് എന്ന് രാജാവ് അറിയുന്നത്. രാജാവ് ആകെ ഷോക്കായിട്ട് സ്റ്റക്കായി പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പത്തെ രാജാവും ഈ സെയിം ട്രിക്ക് തന്നെയായിരുന്നു ഉപയോഗിച്ചത്. നിങ്ങൾ എന്തായാലും കുടുംബത്തിലെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് വെയ്യാൻ രാജാവിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇത് അവസാനത്തേതാണ് എന്ന് വാണിംഗ് കൊടുത്തിട്ട് വെയ്യാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ, ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇവിടെ നിന്നിരുന്നത് മുമ്പത്തെ രാജാവായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ തയ്യാറാകുമായിരുന്നുവെന്ന് രാജാവ് വിളിച്ച് ചോദിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് നീ ഈ അധികാര സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് മറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് വെയ്യാൻ പോകുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. രാജാവ് ആകെ തളർന്ന് അവിടേക്ക് തന്നെ വീഴുന്നുണ്ട്. ഷാങ് ഈ സമയം യാൻഷങ്ങിനെ കൊണ്ട് തിരികെ പോവുകയായിരുന്നു. വണ്ടിയിലിരിക്കുന്ന സമയത്ത് അവൾ അവൻ്റെ കയ്യിലെ മുറിവ് നോക്കിയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ആഴത്തിലുള്ളതാണല്ലോ, ഒരു ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ യാൻഷങ്ങിൻ്റെ ശ്രദ്ധ ഇപ്പോഴും അതൊന്നും ആയിരുന്നില്ല. അവൻ കുറച്ച് സമയമായിട്ട് ആ ഒരു ലഹരി ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നെങ്കിലും ഇപ്പോഴും ഷാങ് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഷാങ് ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല. അവൻ ഫോഴ്സ് ചെയ്ത് അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഷാങ് ആദ്യം സഹകരിക്കുന്നുണ്ട്. പിന്നെ അവൻ വൈൽഡായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ അവനെ തള്ളി മാറ്റുന്നു. പക്ഷേ അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷയില്ല. അവൾ ചുണ്ടൊക്കെ പൊത്തിപ്പിടിച്ചിട്ടും അവൻ കൈ പിടിച്ച് മാറ്റിയിട്ട് വീണ്ടും അവളെ കിസ് ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.